ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഡിസൈനർ ആൻഡ് ഫുഡ് ഡേയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പോസ്റ്റേഴ്സ് മാക്സിമം ടൈമിലും ഡിസൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അങ്ങനെ ഒരു പോസ്റ്റർ ക്രിയേഷന്റെ സമയത്താണ് ഞാൻ ഈ ഒരു ട്രിക്ക് പരിചയപ്പെട്ടത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഒരു ബിങ് എന്ന് പറയുന്ന ഒരു ആപ്പ് ആക്ച്വലി ഒരു സെർച്ച് എഞ്ചിൻ. ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാം, വളരെ പഴയൊരു ആപ്പാണിത്. സെർച്ച് എഞ്ചിനാണ് മൈക്രോസോഫ്റ്റിന്റെ തന്നെ, അതായത് ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ പോലെ മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിനാണ് ബിങ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ്. ഈ ഒരു ആപ്പ് റീഡിഫൈൻ ചെയ്തിട്ട് വളരെ അഡ്വാൻസ് ആയ ഫീച്ചേഴ്സ് വെച്ചിട്ട് മൈക്രോസോഫ്റ്റ് റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ ഡിസൈനിങ് അത്യാവശ്യം താല്പര്യമൊക്കെ ഉള്ളതുകൊണ്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഫീച്ചറാണ് ഈ കാണുന്നത്. എന്താ ഞാൻ ഫോക്കസ് ചെയ്യിക്കാം. ക്രിയേറ്റ് ഇമേജസ് ഫ്രം വേർഡ്സ് വിത്ത് എ. ഓക്കെ, നമുക്ക് ഈ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഇമേജ് ആണോ ഉണ്ടായി കിട്ടേണ്ടത് ആ ഇമേജിനെ പറ്റി ചെറിയൊരു വേർഡ്സിൽ ബ്രീഫ് ചെയ്യുക. അപ്പൊ സപ്പോസ് ഞാൻ ടൈപ്പ് ചെയ്യാണ് ക്രിയേറ്റ് എ പോസ്റ്റർ ഫോർ വുമൻസ് ഡേ വിത്ത് ഡേറ്റ് വേണ്ട, അല്ലെങ്കിൽ വിത്ത് കേരള സെറ്റ് സാരി. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിൽ ചെയ്തു വെക്കില്ല. നമുക്ക് നോക്കാം. ഈ ഒരു രീതിയിൽ നമുക്കൊരു ഇത് കൊടുക്കുകയാണെങ്കിൽ എന്താണ് ഇതിന്റെ കിട്ടുന്ന ഔട്ട്പുട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. ചെറിയൊരു വെയിറ്റിംഗ് ടൈം ഉണ്ട്, അത് നിങ്ങളുടെ നെറ്റിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. ഓക്കെ, ഇതാ. അപ്പോൾ ഞാൻ ആ കൊടുത്ത ഓപ്ഷനിൽ ഇവര് എല്ലാ പ്രാവശ്യം നിങ്ങൾ ഓരോ ഇത് കൊടുക്കുന്ന സമയത്ത് 4 ഇമേജാണ് ഇവർ ഡിസൈൻ ചെയ്ത് തരിക. അതാ, ഇതൊരു ഇമേജ് ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡും ചെയ്യാം. ഇതിന്റെ എന്താ പറയാ, വാട്ടർമാർക്കോ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഈ ഒരു 4 ഓപ്ഷൻസ് ആണ് ഇപ്പൊ ഇവർ തന്നിട്ടുള്ളത്. ഈ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇമേജ് കുറച്ചും കൂടി കിട്ടണമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഒരുപാടൊന്നും ട്രൈ ചെയ്ത് നോക്കില്ല. പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ കൂടി അറിയിക്കണം തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പൊ ഇനിയും പല ഹെൽപ്ഫുൾ ആയ ഫീച്ചേഴ്സ് കാണുകയാണെങ്കിൽ ഇതിൽ തന്നെ ബിങ്ങിൽ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കട്ടെ എന്തൊക്കെയാ ഫീച്ചേഴ്സ് ഉള്ളത് വെച്ചാൽ അതുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.